2026 UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി, അമിത പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവർക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമാണ് ഇപ്പോൾ അതിന് ആവേശം പകർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പുനഃസംഘടനയെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തില് ഒരു UDF തരംഗം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ ആകെക്കൂടി അവരെ ആവേശഭരിതരാക്കി മാറ്റുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഊർജം ലഭിക്കുകയും ചെയ്യും. എന്തായാലും UDFന്റെ അത്തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ നല്ലതാണ്. കാരണം കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്, ഒരു പിണറായി വിരുദ്ധ തരംഗവും നിൽക്കുന്നുണ്ട്. അത് വേണ്ട തരത്തിൽ മുതലെടുത്ത് വരാനായിട്ട് UDFലെ ഘടകകക്ഷികളും ഇപ്പോൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇതര ഘടകകക്ഷികളിൽ നിന്ന് ആരെല്ലാമാകും മന്ത്രിമാർ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഘടകകക്ഷികളിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലെ നോടൊപ്പം നിൽക്കുന്ന ലീഗാണ് പ്രധാന ഘടകകക്ഷി. കോൺഗ്രസിനെ തന്നെ ഭരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ലീഗിൽ നിന്ന് ആരായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. ലീഗിന് ഘടകകക്ഷികളിൽ അത് 2ാം സ്ഥാനം തന്നെയാണുള്ളത്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവര് 2 ടേം കർശനമാക്കും. 2 തവണ വിജയിച്ചു വന്നിട്ടുള്ളവർ മാറി നിൽക്കേണ്ടി വരും. അതിൽ നിന്ന് അല്പം ഇളവ് കിട്ടാൻ സാധ്യതയുള്ളത്, അല്പമല്ല ഇളവ് കിട്ടാൻ പോകുന്നത് 2 പേർക്ക്, അതായത് ഒന്ന് PK കുഞ്ഞാലിക്കും മറ്റൊന്ന് ഡോക്ടർ MK മുനീറിനുമായിരിക്കും. ഇവര് 2 പേരും ലീഗിലെ മുതിർന്നവർ തന്നെയാണ്, മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അപ്പോൾ 2011 ഇവര് മന്ത്രിമാരായിരുന്നവരാണ്. PK കുഞ്ഞാലിക്കുട്ടി നമുക്കറിയാം വ്യവസായ വകുപ്പ് IT വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. മികച്ച ഒരു മന്ത്രി എന്നുള്ള രീതിയിലും അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു. 2026 UDF അധികാരത്തിൽ വരുമ്പോൾ ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും. അദ്ദേഹം ഒരുപക്ഷെ ഇവർ ഉപമുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും ആ പദത്തിലേക്ക് പോവുക. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി ഇദ്ദേഹം കൈകാര്യം ചെയ്യും. മിക്കവാറും അത് വ്യവസായവും IT വകുപ്പും തന്നെ ആയിരിക്കും. പിന്നെ വരാൻ പോകുന്നത് ഡോക്ടർ MK മുനീറാണ്. മുനീർ മുൻപ് തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്രധാനമായിട്ടും ഇദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണല്ലോ. ഇപ്പൊ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അതിലൂടെ തന്നെ 2021 ആ വകുപ്പിലൂടെ അവർ 2021 അധികാരത്തിൽ വരികയും കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുകയൊക്കെ ചെയ്തു. 2026 ഇവർക്ക് ഭരണം നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ആരോഗ്യ വകുപ്പായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇക്കുറി കോൺഗ്രസ് ആ വകുപ്പ് കൈകാര്യം ചെയ്യില്ല. ഇത് ഡോക്ടർ MK മുനീറിന് കൈമാറും. മുനീറിനെ സംബന്ധിച്ചിടത്തോളം ആ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം 2 വട്ടം മന്ത്രിയായിരുന്നിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് മുനീറിലേക്ക് ആരോഗ്യ വകുപ്പ് പോകും. ഇനിയിപ്പോൾ അടുത്ത ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ PJ ജോസഫ് ആരോഗ്യ പ്രശ്നങ്ങളാൽ, പ്രായാധിക്യത്താൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കും. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനായി തുടരും. പക്ഷെ തൊടുപുഴയിൽ മത്സരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകൻ അബു ജോസഫ് ആയിരിക്കും. അബു ജോസഫിന് പാർട്ടി ചെയർമാൻ സ്ഥാനം ഒന്നും കൊടുക്കത്തില്ല. അതൊക്കെ പാർട്ടിയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് വരാൻ പോകുന്നത് അതിലെ മുതിർന്ന നേതാവായ കടുത്തുരുത്തി MLA കൂടിയായ മോൻസ് ജോസഫ് ആയിരിക്കും. മുമ്പ് PJ ജോസഫും ജലവിഭവ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജലവിഭവ വകുപ്പ് മോൻസ് ജോസഫിന് ആയിരിക്കും. ഇതില് ഇപ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസിലെ റോഷി അഗസ്റ്റിനാണ് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിലെ. മൂന്നാമത് വരുന്നതും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമാണ്. ജേക്കബ് വിഭാഗത്തിൽ പിറവത്ത് നിന്ന്
MLA ആയിട്ടുള്ള അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് തന്നെ മത്സരിക്കും. അനൂപ് ജേക്കബ് മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വന്നു, പിന്നീടും 21-ലും വിജയിച്ചു. അദ്ദേഹം 26-ലും മത്സരിക്കും. വിജയസാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് വിജയസാധ്യത ഉറപ്പാണ്. അവിടെ അനൂപ് ജേക്കബ് വന്നു കഴിഞ്ഞാൽ ജേക്കബ് വിഭാഗത്തിന് ഒരു മന്ത്രി പദവി കൊടുക്കണം. അത് അനൂപിന് തന്നെ ആയിരിക്കും. ഭക്ഷ്യവകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക. ഭക്ഷ്യവകുപ്പാണ് മുമ്പും അനൂപ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഘടകകക്ഷിയാണ് RSP. RSPക്ക് ഇപ്പോൾ MLA ആരും തന്നെ ഇല്ല. പക്ഷെ ഒരു MP ഉണ്ട്. ആ MP ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് വിജയിച്ചിട്ടുള്ള NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രന് പാർലമെന്റിൽ തന്നെ തുടരും. RSP ചവറയിൽ നിന്ന് 2016-ൽ ഷിബു ബേബി ജോൺ തോറ്റുപോയി. 2011-ൽ ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. 2016-ല് വിജയൻ പിള്ളയോട്, CPM സ്വതന്ത്രനായിരുന്ന വിജയൻ പിള്ളയോടെയാണ് പരാജയപ്പെട്ടത്. 2021-ല് വിജയൻ പിള്ളയുടെ മകൻ സുജിത് വിജയംപിള്ളയോട്, ഡോക്ടർ സുജിത് വിജയംപിള്ളയോട് പരാജയപ്പെട്ടു. 1000 വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇത്തവണ വിജയം ഉറപ്പാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ തവണ വേണ്ടത്ര ഭൂരിപക്ഷം സുജിത് വിജയംപിള്ളയ്ക്കില്ലായിരുന്നു. കൂടാതെ ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. ഷിബു ബേബി ജോൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് തൊഴിൽ വകുപ്പ് തന്നെ കൈയാളാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് വരുന്നത് പ്രധാനപ്പെട്ട, അതായത് MV രാഘവൻ രൂപീകരിച്ച പാർട്ടിയാണ് CMB. CMBക്ക് ഇപ്പോൾ MLA-മാരൊന്നും തന്നെ ഇല്ല. അവൾ ഇടത് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് CMB. RSPക്കും ഒരു ഇടത് മനോഭാവം ഉണ്ട്. അപ്പോൾ ഇതില് നമുക്കറിയപ്പെടുന്നത് CP ജോണാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നായിരിക്കും ഇദ്ദേഹം മത്സരിക്കുക. മുമ്പ് അദ്ദേഹം കുന്നംകുളത്ത് നിന്നാണ് മത്സരിച്ചിട്ടുള്ളത്, പരാജയപ്പെട്ടു 2016-ല്. പിന്നീട് ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. അത് അദ്ദേഹം CMB ഘടകകക്ഷിയായ CMBക്ക് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. CP ജോണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തനം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം കൈയാളാൻ പോകുന്ന വകുപ്പ് എപ്പോഴും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഇരിക്കുകയും ആ ഇടതുപക്ഷം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ അഴിമതിയും ജീർണതയും ഉണ്ടാക്കി വെച്ച വകുപ്പാണ് സഹകരണ വകുപ്പ്. ഈ സഹകരണ വകുപ്പിലേക്കായിരിക്കും ഇടതു മനോഭാവമുള്ള CP ജോണിന് നൽകുക. അടുത്തത് വരുന്നത് ഘടകകക്ഷിയായ KDP, അതായത് കേരള ഡെമോക്രാറ്റിക് പാർട്ടി. മാണി C കാപ്പൻ പാലയിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന 2021-ല് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി വന്നിരിക്കുന്ന മാണി C കാപ്പൻ. മാണി C കാപ്പന് വലിയ ജനകീയ പിന്തുണ അവിടെ ഉണ്ട്. നല്ല ഒരു 15,000 വോട്ടിനാണ് ജോസ് കെ മാണി അവിടെ പരാജയപ്പെടുത്തിയത്. മാണി C കാപ്പൻ വീണ്ടും ജയിച്ചു വരാനുള്ള, പാലയിൽ തന്നെ മത്സരിക്കും. ജയിച്ചു വന്നു കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്സ്മാനും സിനിമാ നിർമ്മാതാവും ഒക്കെ കൂടി ആയിട്ടുള്ള മാണി C കാപ്പന് സ്പോർട്സ്, സാംസ്കാരിക വകുപ്പ് എന്നീ വകുപ്പുകളായിരിക്കും കൊടുക്കുക. അടുത്തത് വരുന്നത് UDF-ലെ ഔദ്യോഗിക ഘടകകക്ഷി ആയിട്ടില്ലെങ്കിലും UDF-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RMB, അതായത് വടകരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള RMB-യുടെ KK രമ, 2021-ല് ജയം നേടിയിട്ടുള്ള KK രമ കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും KK രമയ്ക്കും ഒരു മന്ത്രി പദവി അർഹിക്കപ്പെടുന്നതാണ്. അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യം UDF-ന് ഉണ്ടായിക്കഴിഞ്ഞ് KK രമയും വടകരയിൽ നിന്ന് ഒരിക്കൽ കൂടി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ വനിതാ ശിശുക്ഷേമ വകുപ്പായിരിക്കും നൽകുന്നത്. ഇത്രയും ഘടകകക്ഷികളാണ് ഉള്ളത്. ഇതില് ലീഗിന് 2 പേരുടെ പേര് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അതിലും കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകും. 5ഉം 6ഉം മന്ത്രിമാർ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.